വെച്ചിരുന്ന മറ്റ് നെയ്യ്, എണ്ണ അതുപോലുള്ള വസ്തുക്കളൊക്കെ തന്നെ ആ യജ്ഞകുണ്ടത്തിലേക്ക് സമർപ്പിക്കുകയാണ്. നെയ്യ് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യജ്ഞശാലയിലേക്ക് അഗ്നി പകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അഗ്നി കുറേശ്ശെ ഈ യജ്ഞശാലയെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നുമാണ് അഗ്നി തെളിയിച്ചിരിക്കുന്നത്. മേപ്പോട്ടെത്തുമില്ല അവിടെ കയറി കൊടുക്കല്ലേ, അവിടെ കയറി ചേട്ടാ സൈഡിലേക്ക് കയറി പിടിച്ചാലേ അടിക്കും കേട്ടോ. അവനെ ശാലയിലെ
മുഴുവനായി യജ്ഞശാല കത്തിയേരിയുന്ന ആ ഒരു ഇതിലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി നടന്ന യജ്ഞത്തിൻ്റെ ഇതിരാത്രത്തിൻ്റെ അവസാനമായി യജ്ഞശാലയ്ക്ക് തീ പകർന്നുകൊണ്ടാണ് ഇത് അവസാനിക്കാതെ നേരത്തെ തന്നെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്ന ഭക്തരുടെ കണ്ഠങ്ങളിലെല്ലാം ഇത് തന്നെ മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഓം നമഃ ശിവായ മന്ത്രങ്ങൾ മുഴുകി വെക്കുമ്പോൾ ഒരു വേദകാലത്ത് തുടങ്ങി വെച്ച പാരമ്പര്യത്തിൻ്റെ അതേ അനുഷ്ഠാനമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ യജ്ഞശാലയ്ക്ക് തീ മുഴുവനായി ഇപ്പോൾ കത്തി പ്രധാനമായിട്ട് ഭക്തജന ഇവിടെ ഭക്തജനങ്ങൾ മാത്രമല്ല ഉച്ചാരണങ്ങളും ഇതെല്ലാം ചേർന്ന മണ്ണും പ്രകൃതിയും മനുഷ്യനും എല്ലാം ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. എല്ലാവരുടെ കണ്ഠങ്ങളിൽ നിന്നും ഓം നമഃ ശിവായ മന്ത്രങ്ങളിൽ ഉരുവിടുന്നുണ്ട്. അത് നമ്മൾക്ക് കേൾക്കാവുന്നതാണ്. യജ്ഞശാലയുടെ യജ്ഞരാത്രത്തിൻ്റെ സോമകയാത്ര 8 വർഷത്തിന് ശേഷമാണ് യജ്ഞരാത്രം ഇവിടെ നടക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗമായി യജ്ഞശാല കത്തിയിരിക്കുന്ന ഭാഗമാണ്, കത്തിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ പ്രതീകാത്മകമായ പൂജകളുടെയും പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നിറയെ ഋതുക്കളാണ് കഴിഞ്ഞ 10 ദിവസം മന്ത്രോച്ചാരണങ്ങളുണ്ട്. ഇളകൂടുന്ന പ്രദേശത്ത് അതുപോലെ തന്നെ വിശിഷ്ട വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹോമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ മുഖരിതമായ മന്ത്രപ്രഭാവത്താൽ മുഖരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു. എല്ലാവരുടെയും ഒരേ കണ്ഠങ്ങളിൽ നിന്നൊക്കെ തന്നെ മഹാദേവ എന്ന ഒരു മന്ത്രമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യജ്ഞശാലയുടെ ഏതാണ്ട് ഭാഗികമായി എരിഞ്ഞിട്ടുണ്ട്. മീഡിയയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സും ഒക്കെ തന്നെ ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത് അണയ്ക്കുന്നതിന് വേണ്ടി തീ പടരാതിരിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ബന്ധപ്പെട്ട മുഴുവൻ പന്തലുകളും കത്തി എരിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യജ്ഞശാല മുഴുവൻ ശാലകളും കത്തി എരിയുന്നുണ്ട്. You are watching India's first NGO television, Malanadu TV India.